ക്രിക്കറ്റ് ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ട് ആഷസ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് മത്സരം കേവലം 2 ദിവസം കൊണ്ട് അവസാനിച്ചു. തീപാറുന്ന ബൗളിംഗിന് മുന്നിൽ ഇംഗ്ലണ്ട് ബാറ്റിംഗ് നിര തകർന്നടിഞ്ഞപ്പോൾ രണ്ടാം ഇന്നിംഗ്സിൽ ഓസ്ട്രേലിയയുടെ ട്രാവിസ് ഹെഡിന്റെയും മാർണസ് ലബുഷേനിന്റെയും ഏകദിന ശൈലിയിലുള്ള ബാറ്റിംഗ് വെടിക്കെട്ടാണ് ആതിഥേയർക്ക് 8 വിക്കറ്റിന്റെ ആധികാരിക വിജയം സമ്മാനിച്ചത്. ബൗളർമാർ അരങ്ങുവാണ ആദ്യ 3 ഇന്നിംഗ്സുകൾ മത്സരത്തിന് തുടക്കം മുതൽ ബൗളർമാരുടെ ആധിപത്യമാണ് കണ്ടത്. ഇംഗ്ലണ്ട് ഒന്നാം ഇന്നിംഗ്സ് 172 റൺസ്. ഇംഗ്ലണ്ടിന്റെ ഒന്നാം ഇന്നിംഗ്സ് കേവലം 172 റൺസിന് അവസാനിച്ചു. ഓപ്പണർ ഡക്കറ്റ്, ഒലി പോപ്പ്, ഹാരി ബ്രൂക്ക് എന്നിവർ മാത്രമാണ് അല്പമെങ്കിലും ചെറുത്തു നിന്നത്. ഓസ്ട്രേലിയക്കായി മിച്ചൽ സ്റ്റാർക്ക് 45 റൺസ് വഴങ്ങി 7 വിക്കറ്റുകൾ വീഴ്ത്തി ഇംഗ്ലണ്ടിനെ തകർത്തെറിഞ്ഞു. ഓസ്ട്രേലിയയുടെ ഒന്നാം ഇന്നിംഗ്സ് ആവട്ടെ 132 റൺസിന് അവസാനിച്ചു. ഇംഗ്ലീഷ് ബൗളർമാർ തിരിച്ചടിച്ചതോടെ ഓസ്ട്രേലിയയും തകർന്നു. 132 റൺസിന് എല്ലാവരും പുറത്തു. സ്മിത്ത്, ട്രാവിസ് ഹെഡ്, കാമറൂൺ ഗ്രീൻ, അലക്സ് കാരി എന്നിവർക്കൊന്നും വലിയ സ്കോർ കണ്ടെത്താനായില്ല. ഇംഗ്ലണ്ടിനായി ബെൻ സ്റ്റോക്സ് 23 റൺസ് വഴങ്ങി 5 വിക്കറ്റുകളും ബ്രൈഡൻ കാൾസെ 45 റൺസ് വഴങ്ങി 3 വിക്കറ്റ് നേടി. ഇതോടെ ഇംഗ്ലണ്ടിന് 40 റൺസിന്റെ നിർണായക ലീഡ് ലഭിക്കുന്നു. ഇംഗ്ലണ്ട് രണ്ടാം ഇന്നിംഗ്സിൽ 164 റൺസിന് പുറത്താവുന്നു. രണ്ടാം ഇന്നിംഗ്സിൽ ലീഡ് നിലനിർത്താൻ ഇംഗ്ലണ്ടിന് സാധിച്ചില്ല. മുൻനിര ബാറ്റ്സ്മാൻമാർ വീണ്ടും പരാജയപ്പെട്ടപ്പോൾ ഗസ് ആറ്റ്കിൻസൺ, ഒലി പോപ്പ്, ഡക്കറ്റ് എന്നിവരാണ് സ്കോർ 164 എത്തിച്ചത്. എന്നാൽ ഓസ്ട്രേലിയൻ ബോളർമാരായ മിച്ച് സ്റ്റാർക്ക് 55 റൺസിന് 3 വിക്കറ്റും, ബോളണ്ട് 33 റൺസിന് 4 വിക്കറ്റും, ബ്രണ്ടൻ ഡോഗറ്റ് 51 റൺസിന് 3 വിക്കറ്റും നേടിയപ്പോൾ ഈ പേസ് ആക്രമണത്തിന് മുന്നിൽ ഇംഗ്ലണ്ടിന് പിടിച്ചു നിൽക്കാനായില്ല. രണ്ടാം ദിനം ഓസ്ട്രേലിയയുടെ ഏകദിന വെടിക്കെട്ട് ജയിക്കാൻ 205 റൺസ് വിജയലക്ഷ്യം തേടി ഇറങ്ങിയ ഓസ്ട്രേലിയയുടെ രണ്ടാം ഇന്നിംഗ്സ് ഒരു ടെസ്റ്റ് മത്സരത്തെക്കാളുപരി ഏകദിന ശൈലിയിലുള്ള ബാറ്റിംഗ് ആണ് കണ്ടത്. കേവലം 28.2 ഓവറിൽ 2 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ഓസ്ട്രേലിയ ലക്ഷ്യം മറികടക്കുന്നു. ഓപ്പണർ ജെയ്ക്ക് വെദർഹെൽ 23 റൺസ് എടുത്ത് പുറത്തായെങ്കിലും ട്രാവിസ് ഹെഡ് അക്ഷരാർത്ഥത്തിൽ ഇംഗ്ലീഷ് ബൗളിങ്ങിനെ കശാപ്പ് ചെയ്തു. വെറും 83 പന്തിൽ നിന്ന് 4 സിക്സറുകളും 16 ബൗണ്ടറികളും അടക്കം 123 റൺസ് നേടി ഹെഡ് വിജയത്തിന്റെ നട്ടെല്ലായി. അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് 148.19 ആയിരുന്നു. മറുവശത്ത് ഉറച്ചുനിന്ന് ബാറ്റ് വീശിയ മാർണസ് ലബുഷേൻ ഹെഡിന് മികച്ച പിന്തുണ നൽകി. 49 പന്തിൽ 6 ബൗണ്ടറികളോടെ 51 റൺസ് നേടിയ ലബുഷേൻ പുറത്താകാതെ നിന്നു. ഇരുവരും ചേർന്ന് രണ്ടാം വിക്കറ്റിൽ നേടിയ 192 റൺസിന്റെ കൂട്ടുകെട്ടാണ് ഓസ്ട്രേലിയക്ക് അനായാസ വിജയം നൽകിയത്. നായകൻ സ്റ്റീവ് സ്മിത്ത് ഈ 2 റൺസുമായി പുറത്താകാതെ നിന്നു. കരിയറിലെ തകർപ്പൻ ഫോം തുടരുന്ന ഹെഡ് ഇംഗ്ലണ്ടിന്റെ തന്ത്രങ്ങൾ പിഴപ്പിച്ചുകൊണ്ട് ഓസീസിനെ വിജയത്തിലേക്ക് നയിക്കുന്നു. ഈ വേഗമേറിയ വിജയം ആഷസ് പരമ്പരയിൽ ഓസ്ട്രേലിയക്ക് ശക്തമായ മേൽക്കൈ നൽകിയിരിക്കുകയാണ്. ഇംഗ്ലീഷ് ടീം അവരുടെ ബാറ്റിംഗ് പരാജയങ്ങളെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കേണ്ടിയിരിക്കുന്നു.